ഹലോ രേണുസുതി. ഇനി എന്തെങ്കിലും കേൾക്കാൻ ബാക്കിയുണ്ടോ? അവിഹിതം മുതൽ പ്രഗ്നൻസി വരെ എത്തി കാര്യങ്ങൾ. ഇനി ഇതിൽ കൂടുതൽ എന്താണോ എന്തോ ഇനി പുറത്തു വരാനിരിക്കുന്നത്. പിന്നെ രേണു ഫാൻസും ആർമീസും പിന്നെ കുറേ ആൾക്കാരും ഉണ്ട്. അവരോടൊന്നും എനിക്കൊന്നും പറയാനില്ല. എൻ്റെ ഇൻബോക്സിൽ വന്നിട്ട് മെഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പെണ്ണും പിള്ള. അവരോട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് നിങ്ങൾക്ക് മറുപടി തരാൻ അറിയാഞ്ഞിട്ടല്ല, പക്ഷെ ആവശ്യമില്ല. ഈ വഴിയെ പോകുന്ന പട്ടികളിരുന്ന് കുരയ്ക്കും, അത്രേ ഞാൻ നിങ്ങളെ കാണുന്നുള്ളൂ. അതുകൊണ്ടാണ്. ഓക്കെ, ഇനി മുൻ ബിഗ് ബോസ് താരം ഹനാൻ കക്ഷി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്കതൊന്ന് കേൾക്കാം. എന്ന് പറഞ്ഞിട്ടാണ് അവിടെ ചെന്നിരുന്നത്. പക്ഷെ ഇവൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ആ കൂട്ടുകാരിയോട് പറഞ്ഞു കൊടുത്തു, ഇവള് ഇവിടെ വന്നാ പോവില്ല, എന്റെ തലയിലായനെ, വീട്ടിൽ വന്ന് വിളിക്കാനൊന്നും കൊള്ളത്തില്ല, അവളെ വിളിച്ചു കഴിഞ്ഞാൽ അവള് അവിടെ തന്നെ എന്തെങ്കിലും കഥയും പറഞ്ഞു നിൽക്കും, ഇവള് വിട്ട് പോവത്തില്ല, ശല്യാകും. ശല്യം ആരാണ് എന്നുള്ളത് ഇപ്പം ഹനാന് മനസ്സിലായി കാണും എന്ന് ഞാൻ കരുതുന്നു. നാട്ടുകാർക്കും യൂട്യൂബേഴ്സിനെ മൊത്തത്തിൽ ശല്യമായിക്കൊണ്ടിരിക്കുകയാണ് ഈ രേണു. ഇതിൻ്റെ ഇടയിൽ ഈ രേണുവിൻ്റെ നാട്ടുകാരുടെ ഒരു റിയാക്ഷൻ ഉണ്ടായിരുന്നു. ഇവളെന്തിനാ ബിഗ് ബോസിൽ പിടിച്ചിരുത്തുന്നത്, അതിനെ പിടിച്ച് പുറത്തിറക്കി വിട്, അവളെ ബിഗ് ബോസിൽ കയറിയത് കണ്ടതോടെ ഞങ്ങൾ ബിഗ് ബോസേ കാണാറില്ല, TV ഓഫ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട്. ഭയങ്കര ശല്യമാണ് നാട്ടുകാർക്കെന്ന് തോന്നുന്നു ഇവളെ കൊണ്ട്. ഇരുന്ന സമയത്താണ് ഇവള് പറഞ്ഞ മറ്റേ സൂചിച്ചേട്ടൻ മരിച്ച് ഒരു മാസത്തിന്റെ ഒരു ഗ്യാപ്പില് അപ്പൊ ഇവൾക്ക് അവിടെ ഒരു ചെറിയൊരു പയ്യനായിട്ട്, ഞാൻ വളരെ പേഴ്സണൽ ആയിട്ട് പറയുന്ന കേട്ടോ, ചോദിച്ചപ്പോ ഇടപെടാൻ താല്പര്യമില്ലെന്ന് പറയാം. അതായത് ഈ കാര്യം ഇത് ഇപ്പൊ വേറെ ആൾക്കാർ കുറെ പേര് എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു സത്യമാണോന്ന്. ഇപ്പൊ ഞാൻ മാത്രം പറഞ്ഞിട്ടില്ല, വേറെ ആൾക്കാരെ എന്നോട് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യം ഇങ്ങനെ അറിഞ്ഞു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്താ വെച്ചാ ഇവള് ഇപ്പൊ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു, അതിനൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യും. പക്ഷെ ഒരു ജെന്യുവിനിറ്റി ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക്. പിന്നെ ഭയങ്കര ജെന്യുവിനിറ്റിയാ. ഇപ്പൊ പറഞ്ഞ കാര്യം 5 മിനിറ്റ് കഴിയുമ്പോൾ രേണുവിന് ഓർമ്മ കാണത്തില്ല. അപ്പൊ അവിടെ അടുത്ത വല്ല കള്ളവും പറയും. ഇപ്പൊ ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് കയറിയപ്പോ രേണു എന്തൊക്കെയാണ് പുറത്ത് പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യം രേണു അങ്ങ് മറന്നുപോയി. അപ്പൊ അവിടെ ഇരുന്ന് സത്യങ്ങളൊക്കെ വിളിച്ച് പറയുന്നുണ്ട് രേണു. അതുകൊണ്ട് ഭയങ്കര ജെന്യുവിനിറ്റിയാ. പക്ഷെ ഇവള് ചെയ്ത ഒരു ഗുരുതരായിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് മറ്റേ എന്താ പറയാ ഒരു പയ്യനായിട്ട് അവിടെ ബന്ധമുണ്ടായിരുന്നു നാട്ടില്. ഉള്ളപ്പോഴും ഉണ്ടായിരുന്നു. ഉള്ളപ്പോഴും ഈ സുചേട്ട അറിയാണ്ട് ഇവൾക്ക് 1-2 റിലേഷൻ ഉണ്ടായിരുന്നു. 1-2 റിലേഷൻ ഉണ്ടായിരുന്നു, ഒന്നും കൂടെ അല്ല, ഓർക്കണം. ഇങ്ങനെയൊന്നും വിളിച്ച് പറയരുത് കേട്ടോ ഹനാനെ. ഈ രേണു ഫാനും ആർമീസൊക്കെ വന്ന് അങ്ങ് മെഴുകി അങ്ങ് കമന്റ് ബോക്സ് അങ്ങ് നിറയ്ക്കും. അതൊക്കെ ഒന്ന് ഓർക്കണ്ടേ. കടന്നൽ കൂടെ ഇളകുന്നത് പോലെ ഇളകി വന്ന് അവിടെ ഇവിടെയൊക്കെ എത്തി കുത്തും. സുധിച്ചേട്ടൻ ഉണ്ടായിരുന്ന സമയത്തും അവൾക്ക് വേറെ റിലേഷൻ ഉണ്ടായിരുന്നു. എന്നിട്ടാണ് എല്ലായിടത്തും എൻ്റെ സുധിച്ചേട്ടാ അയ്യോ എനിക്ക് വയ്യ. സംസാരിച്ചപ്പോ തന്നെ ഇതുകൊണ്ട് വായിന്ന് വന്ന കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മൾ ഒരാളെ സ്വഭാവം എന്താന്ന് അറിയാൻ വേണ്ടി ഒന്ന് ഇളക്കില്ല, ഒന്ന് ഇട്ട് നോക്കില്ലേ. അപ്പൊ ആ ഒരു രീതിയിൽ എന്റെ ഭാഗത്ത് നിന്ന് ചില സംഭാഷണങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്താണ് സുചേട്ടുള്ളപ്പോൾ നിനക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നു, ആ രീതിയിൽ വെറുതെ ചോദിക്കില്ലേ, നമ്മൾ ചോദിക്കില്ലേ. ഞാനപ്പോ വെറുതെ നിനക്ക് അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാം, നൈസായിട്ട്. അതായത് സ്വഭാവം അറിയാൻ വേണ്ടി വെറുതെ ഒന്ന് ഇട്ട് നോക്കിയതാ. എന്നിട്ട് ഞാൻ പറഞ്ഞു എന്താണെന്നറിയാ, ഇനിയിപ്പോ നിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ, ഇനിയിപ്പോ നീ വേറെ ബന്ധത്തിലേക്കെല്ലാം പോവില്ലേ, അങ്ങനെയൊക്കെ വെറുതെ ചോദിക്കില്ലേ, കൂട്ടുകാരൊന്നും ചോദിക്കില്ലേ, വളരെ ഫ്രാങ്ക് ആയിട്ട് നമ്മൾ ചോദിക്കില്ലേ, അതുപോലെ. അപ്പൊ ചോദിച്ചപ്പോ ആ കൂട്ടത്തിൽ എന്താണ് റിയൽ ക്യാരക്ടർ എന്ന് അറിയാവുന്ന ഒരു ക്യൂരിയോസിറ്റി കൂടെ എനിക്ക് ഉണ്ടായിരുന്നു ആ സമയത്ത്. അത് ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. അപ്പോ ആ സമയത്ത് എനിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നപ്പോ തന്നെ ചില ഇതൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോ ചേട്ടൻ പ്രോഗ്രാമിന് പോകാൻ പറയുന്നില്ലല്ലോ എന്നുള്ള രീതിയിലൊരു ടോക്ക് വന്നു. പുറത്തിറങ്ങിയിട്ടെങ്കിൽ ഈ നാടകം ഒന്ന് അവസാനിപ്പിക്കുക എൻ്റെ രേണുവേ. കേട്ട് എനിക്ക് മടുത്ത്. എനിക്കെന്നല്ല, കേൾക്കുന്ന പലരുടെ അവസ്ഥ ഇതാണ്. ഇനിയെങ്കിലും ഈ നാടകം ഒന്ന് അവസാനിപ്പിക്കുക. ഇതിൽ കൂടുതൽ ഇനി എന്തേലും വേണോ? ഇനി ആർമീസ് എന്ന് പറയുന്ന വാലുകളോട് പറയാനുള്ളത്, നിങ്ങൾ വന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ട് അങ്ങ് മെഴുക്. എനിക്കൊന്നുമില്ല, എനിക്കിത് പറഞ്ഞ് മടുത്ത്. നിങ്ങൾ മെഴുക്. നിങ്ങൾക്ക് എന്നെ തെറി വിളിക്കാൻ തോന്നും, രേണുസുധീനെ സപ്പോർട്ട് ചെയ്യാൻ തോന്നും, പലതും തോന്നും. നിങ്ങൾ അങ്ങ് ചെയ്യും. കാരണം എല്ലാം ഒരു കാറ്റഗറി പെട്ട ആൾക്കാരാണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് ആ ടോക്ക് വന്നിട്ട് അപ്പൊ തന്നെ അത് വിഴുകുകയും ചെയ്തു. പിന്നെ ഞാൻ അങ്ങനെ ഒന്നും അധികം അങ്ങനെ പോയിരുന്നില്ല. പിന്നെ അതൊന്നും ശരിയല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ അവൾ മാറ്റി. വായന സാധനം അപ്പൊ തന്നെ അവൾ മാറ്റി.
അവസരത്തിൽ ചാടി പോയതാ. അബദ്ധത്തിൽ ചാടിയതാ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഈ കൂട്ടുകാരി ഉണ്ടല്ലോ, ഇവൾക്കാണ് മുഴുവൻ കാര്യങ്ങൾ അറിയാവുന്ന ഒരാള്. അപ്പൊ ഇവള് വന്ന് പറഞ്ഞു, ഇവളെന്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, അവിടെ ഇവളുടെ അത്ര പ്രായമില്ല, പയ്യൻ എത്ര 20 വയസ്സിന്റെ ഉള്ളൂന്ന് കേൾക്കണം, 20-25 അതിന്റെ ഉള്ളിലുള്ള പയ്യന്റെ പ്രായം. ആ പയ്യനായിട്ട് എന്താ പറയാ, ഇപ്പൊ നമുക്ക് ഫിസിക്കൽ നീഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ഒരു രീതിയിൽ ഇവള് എന്തായി, ഫിസിക്കലി റിലേഷനായി. അങ്ങനെ റിലേഷനായിട്ട് ഇവള് പ്രഗ്നന്റ്. വേണോ? ഇനി എന്തേലും കേൾക്കാനുണ്ടോ? കഷ്ടം. ഈ സുധി മരിച്ചിട്ട് 1 മാസത്തിനുള്ളിലുള്ള കാര്യങ്ങളായി പറയുന്നേ. എന്നിട്ടാണ് ആൾക്കാരുടെ മുന്നിൽ ഷോ നടത്തി, നാടകം നടത്തി നടക്കുന്നത്. നാണമില്ലല്ലോ കുറച്ചെങ്കിലും. വെറുതെ അല്ല കിച്ചു ആ വീട്ടിൽ നിൽക്കാത്തെ. ഈ കയ്യിലിരിപ്പൊക്കെ അറിയാവുന്നതുകൊണ്ടായിരിക്കും അവൻ ആ വീട്ടിൽ നിൽക്കാതെ ജീവനും കൊണ്ട് എങ്ങോട്ടേലും ഓടിപ്പോയത്. മരിച്ച ശേഷം 1 മാസത്തിന് ശേഷമാണ് ഈ പറയണ ഈ ഒരു കേസ് ഉണ്ടായത്. അപ്പൊ സുചേട്ടന്റെ കുട്ടി അല്ലാത്ത കാരണം തന്നെ ഇവിടെ ആ സമയത്ത് പ്രഗ്നൻസി ആയിട്ട് നടന്നു കഴിഞ്ഞാൽ ഇവൾക്ക് അത് വലിയ ഇഷ്യൂസ് ആവും. അപ്പൊ ഇവള് എന്ത് ചെയ്തു, ഇവള് കൊണ്ടുപോയിട്ട് ഈ ചേച്ചിനെയും വിളിച്ചു, ഞാൻ ഈ പറഞ്ഞ കൂട്ടുകാരിനെയും വിളിച്ച് അവള് പോയിട്ട് ചങ്ങനാശ്ശേരിയിലുള്ള NS എന്നൊരു ആശുപത്രി ഇല്ലേ, NSO അങ്ങനെ എന്തൊരു ആശുപത്രി, അവിടെ പോയിട്ട് ഇവള് ഇതിന് ഗർഭം നശിപ്പിക്കാനുള്ള മരുന്ന് മേടിച്ച് കഴിച്ചു. പാർട്ട്ണർ മരിച്ച 1 മാസത്തിനുള്ളിൽ വേറെ റിലേഷൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. എനിക്ക് തോന്നുന്നില്ല ഈ വീഡിയോ കേട്ടിട്ടുള്ള ഒരാളെ കൊണ്ടും പറ്റത്തില്ല. നമ്മൾ അത്രയും സ്നേഹിച്ച് കൂടെ കൊണ്ട് നടന്നൊരു പാർട്ട്ണർ ഇല്ലാതായി കഴിയുമ്പം 1 മാസം കണ്ട് വേറെ റിലേഷൻ ഉണ്ടാക്കാൻ. എന്തായാലും സുധിച്ചേട്ടനോടുള്ള സ്നേഹം അതങ്ങ് മനസ്സിലായി കേട്ടോ. ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും ഇതേ ഇമേജ് ഉണ്ടായാൽ മതി. ഇപ്പം അകത്ത് കിടക്കുമ്പോൾ കിട്ടുന്ന ഇമേജ് ഉണ്ടല്ലോ, അത് പുറത്തിറങ്ങുമ്പോഴൊന്ന് കാണണം. ഇനി മെഴുകാൻ വരുന്ന ആൾക്കാരോട് യോ ഇവിടെ കമൺ. ഓക്കെ, ടാറ്റ, ബൈ.